ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ഇൻഗ്രീഡിയൻസ്. നമ്മൾ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫുഡാണ് പൊറോട്ടയും ബീഫും. അപ്പോൾ ഇന്ന് നമ്മൾ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ബീഫ് റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്, ബീഫ് വരട്ടിയത്. ഇതിനായി ഞാൻ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സവാളയും അതിനൊപ്പം തന്നെ ചെറിയ ഉള്ളി കൂടി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് ഇതിൽ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സവാള ഒരെണ്ണം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കൂട്ടത്തിൽ നമ്മൾ ചെറിയ തേങ്ങാ പീസ് കൂടി ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ബീഫിന് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ ആദ്യം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടി കുറച്ച് ചേർത്താൽ മതിയാവും. ഇതിപ്പം എരിവ് കുറവുള്ളതായതുകൊണ്ടാണ് 3.5 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കും. ഈ 2 പൊടികൾ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒത്തിരി പൊടിയൊന്നും മൂത്തു പോകണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. പൊടി നന്നായിട്ട് ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പൊടിയെല്ലാം നമ്മളിപ്പോൾ ചൂടാക്കി കഴിഞ്ഞ് ഇനി നമുക്ക് ബീഫ് വേവിക്കാനായിട്ട് വെക്കണം. അതിനായിട്ട് നമ്മളൊരു കുക്കർ എടുക്കുക. കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം. ഇനി നമ്മൾ ബീഫിലേക്ക് നമ്മളിപ്പോൾ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടികളൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം 1 ടീസ്പൂൺ കറി മസാല പൗഡർ കൂടി ചേർക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂൺ ആണുള്ളത്. അതിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒത്തിരി വെള്ളം ചേർക്കണ്ട, കാരണം ബീഫിൽ നിന്ന് നമ്മൾ വേവിക്കുന്ന സമയത്ത് വെള്ളം ഇറങ്ങും. അത് കാരണം ഒരു അത്യാവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കണം കുക്കറിൽ വെച്ചിട്ട്. ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. എനിക്ക് ഏകദേശം ഒരു 9 വിസിൽ അടിക്കേണ്ടി വന്നു ഇത്രയും നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ പീസ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ പൊടി ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് വറുത്തെടുക്കണം. ചെറുതായിട്ട് അതൊന്ന് വറുത്തെടുക്കാം. തേങ്ങയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് അതൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളി ചെറുതായി ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കാം. സവാളയും ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഞാൻ 1 സവാളയാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ഒരു 100 ഗ്രാമിനടുത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം.
ഇതിലേക്ക് പച്ചമുളക് കീറിയത് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എണ്ണം നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് വേണേൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളി കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ്, ചെറിയ കഷ്ണങ്ങളാക്കി. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കണം. അപ്പം ബീഫ് ആ മസാലയൊക്കെ പിടിച്ച് നല്ല പോലെ വെന്തിരിക്കുകയാണ്. ഇനി നമുക്ക് അത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കറി, ഇപ്പം നമ്മളിതൊരു കറിയുടെ പരുവത്തിലാണ് ഇരിക്കുന്നത്. നമുക്ക് ബീഫ് വരട്ടിയാണ് വേണ്ടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണം. അപ്പോൾ അത് ലോ ഫ്ലെയിമിലിട്ട് നന്നായി നമ്മൾ വരട്ടിയെടുക്കണം. കുറച്ച് സമയം എടുത്ത് തന്നെ വേണം നമ്മളത് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് വരട്ടിയെടുക്കുന്നതിന് മുൻപായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം വളരെ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കറിയുടെ ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് വരട്ടിയെടുക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി നമ്മുടെ ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൊറോട്ടയുടെ കൂടെ കഴിക്കാവുന്ന ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് ഇത്, ബീഫ് വരട്ടിയത്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബീഫ് വരട്ടിയത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.